ഇന്ന് നമ്മളില്ലേ ചക്കയുടെ സമയമായതുകൊണ്ട് ചക്കപ്പഴം കൊണ്ടൊരു ചക്കയപ്പം ചൂടാനുള്ള പരിപാടിയാണ്. അതിനായിട്ട് അമ്മ കൂഴച്ചക്കയാണ് എടുത്തിരിക്കുന്നത്. കൂഴച്ചക്ക ഉരിഞ്ഞെടുത്ത് ഒരു കൊട്ടയിൽ ഇട്ട് നമ്മൾ നൂല് കളഞ്ഞ് അതിൻ്റെ പൾപ്പ് എടുത്തതാണ്. പൾപ്പായിട്ട് ഇത് 1 ഗ്ലാസ് പൾപ്പ് കൂഴച്ചക്കയാട്ടോ. എങ്ങനെയാ നൂല് കളയുന്നത്? നമ്മള് ചക്ക ഉരിഞ്ഞ് ചക്കച്ചുള ഉരിഞ്ഞ് ഒരു കൊട്ടയിലേക്കോ തുളയുള്ള എന്തെങ്കിലും ഒരു പാത്രത്തിലേക്കോ ഇടണം. എന്നിട്ട് അത് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഞെരടി വരുമ്പോ കുരുവും നൂലും കൂടെ ആ കൊട്ടയിലും ഇരിക്കും, സിറപ്പ് താഴത്തേക്ക് വീഴും. അങ്ങനെയുള്ള സിറപ്പാണിത്. കൂഴച്ചക്ക കുറച്ച് ഫ്ലഫി ആയിട്ടുള്ള സ്വല്പം നൂലൊക്കെയുള്ള ചക്കപ്പഴം ആയതുകൊണ്ടാണ് അത് ഒരു കൊട്ടയിലോ അല്ലെങ്കിൽ ഒരു തുളയുള്ള ഓട്ടയുള്ള പാത്രത്തിലൊക്കെ ഇട്ട് അതിൻ്റെ നൂലും പിസറും ഒക്കെ നമ്മൾ ഞെരടി മാറ്റി പൾപ്പ് മാത്രമായിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. മാത്രമായിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതെന്ന് ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, അത് അപ്ലോഡും ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പ്ലീസ് ഗോ ത്രൂ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണത്. ഈ സിറപ്പ് നമ്മൾ അപ്പം ഉണ്ടാക്കാൻ എടുത്തതിന് ശേഷം എന്തെങ്കിലും ബാലൻസ് ഇതിൽ വരുവാണെങ്കിൽ നമ്മളൊരു ചീനച്ചട്ടിയിലോ തവയിലോ എന്തെങ്കിലും അടുപ്പത്ത് വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് ചൂടാക്കി അതിൻ്റെ വെള്ളാംശം വറ്റിച്ച് വെച്ചാൽ ഒരു 6 മാസം ഫ്രീസറിൽ കേടുകൂടാതെ ഇരിക്കും. അപ്പൊ പുതിയ അപ്പം ചുടണമെന്നുള്ളപ്പോ അത് എടുത്താൽ മതി. ആ പൾപ്പ് പുറത്തെടുത്ത് തണുപ്പ് മാറ്റിയെടുക്കാം. ഇതിപ്പോ എന്നാൽ വരിക്കച്ചക്കയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചുളകൾ ഓൾറെഡി കുറച്ച് ഹാർഡായിരിക്കും. അതുപോലെ തന്നെ അതിനകത്ത് അങ്ങനെ നൂലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഈ ചക്ക ചുളകൾ നന്നായിട്ട് കുനുകുനാന്നരിയുക. എന്നിട്ട് നമ്മൾ മിക്സിയിലിട്ട് വെള്ളം ഒട്ടും ചേർക്കാതെ അരച്ചെടുക്കുക. എന്നിട്ട് അരച്ചെടുത്ത ഈ പേസ്റ്റ് നമ്മളൊരു പാത്രത്തിലിട്ട് ഗ്യാസിലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. ഒരു 5 മിനിറ്റൊക്കെ ചൂടാക്കിയാൽ മതിയാകും. അതിനുശേഷം ഈ പൾപ്പ് ഉപയോഗിച്ച് നമുക്കിതുപോലെ ചക്ക അപ്പമോ ചക്ക അടയോ ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ശേഷം ഈ പൾപ്പിൻ്റെ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് ചൂടാറിയിട്ടുള്ള ആ പൾപ്പ് നമ്മളൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ എടുത്ത് അതിലിട്ട് വെച്ച് നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചു വെച്ച് ഫ്രീസറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6 മാസം വരെ ഈ പൾപ്പ് കേടുകൂടാണ്ട് ഇരുന്നോളും. ഈ 1 കപ്പ് പൾപ്പിന് 3/4 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത്. അപ്പത്തിൻ്റെ അരിപ്പൊടിയാണ്. ഇതെന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഒറിജിനൽ പൾപ്പ. അതിന് നമ്മൾ 1 ഗ്ലാസ് അരിപ്പൊടി ചേർക്കണം. ഞാൻ അരിപ്പൊടി എടുത്ത് വെച്ചോളൂ. ഗ്ലാസ്സിൽ പൾപ്പ് ഇരുന്നുകൊണ്ട് നോക്കി 1 ഗ്ലാസ് നമുക്ക് എടുക്കാം കേട്ടോ. നമ്മൾ 1 ഗ്ലാസ് പൾപ്പിന് ഞാൻ ആദ്യം പറഞ്ഞത് 1 ഗ്ലാസ് അപ്പത്തിന്റെ പൊടി എന്നാണ് കേട്ടോ. അപ്പോൾ 1 ഗ്ലാസ് അപ്പത്തിന്റെ പൊടി നമ്മൾ എടുത്തു കഴിഞ്ഞാലില്ലേ, ഈ പൊടിയുടെ സ്വാദ് ചിലപ്പോൾ കൂടി നിൽക്കും, ചക്കപ്പഴത്തിന്റെ സ്വാദം ഉണ്ടാവൂല, പിന്നെ അപ്പം അത്ര സോഫ്റ്റും ആവൂല. അപ്പം നമ്മളൊരു 3/4 ഗ്ലാസ് അപ്പത്തിന്റെ പൊടി ചേർത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ചക്കപ്പഴത്തിന്റെ ടേസ്റ്റും വരും, സോഫ്റ്റ്നെസ്സും ഉണ്ടാവും. ഒന്നിനൊന്ന് വേണ്ട, 1/4 മതി കേട്ടോ. അപ്പൊ 3/4 ഗ്ലാസ് വറുത്ത അപ്പത്തിന്റെ അരിപ്പൊടി. ഈ അരിപ്പൊടി ചക്ക പൾപ്പിലേക്ക് ചേർക്കുക. പിന്നെ നമ്മൾ ഒരു അരയുണ്ട മറയൂർ ശർക്കരയെ ചീമ്പി എടുത്തിട്ടുള്ളൂ. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഉണ്ടയൊക്കെ ചേർത്താൽ ചക്കപ്പഴത്തിന് മധുരം ഉള്ളതുകൊണ്ട് ഇപ്പൊ മധുരം കൂടിപ്പോവും. അരയുണ്ട മതിയാവും. നമുക്ക് കലക്കി കഴിയുമ്പോൾ അറിയാം. മധുരം കൂടുതൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരൂടെ എടുത്ത് ചേർത്താൽ മതി. അരയുണ്ട ശർക്കര. പിന്നെ ഒരു 1/4 മുറി തേങ്ങ ഞാൻ ചിരണ്ടി എടുത്തോളൂ. എനിക്ക് തേങ്ങ ഒരുപാട് ഇതിന് ചേർക്കണ ഇഷ്ടമല്ല. അത് കാരണം അത് അവനവൻ്റെ ഇതനുസരിച്ച് ചേർത്താൽ മതി. ഇന്ന അളവൊന്നില്ല. ഈ അരിപ്പൊടിയും സിറപ്പും കറക്റ്റ് അളവാണെങ്കിൽ നല്ല അപ്പം. ഇനിയിപ്പോൾ നമ്മൾ ഈ സിറപ്പും അരിപ്പൊടിയും തേങ്ങയും ശർക്കരയും എല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. വെള്ളമൊന്നും ചേർക്കണ്ട. സിറപ്പിൽ നല്ല ജ്യൂസ് അല്ലേ സിറപ്പ്, അത് കാരണം. എന്നിട്ട് ഇത് മിക്സ് ചെയ്തിട്ടില്ലേ
ഈ ശർക്കരയൊക്കെ അരത്തി ചേരാനായിട്ട് നമ്മളൊരു അരമണിക്കൂർ ഇത് വെച്ചേക്കണം, മിക്സ് ആവാൻ മൊത്തം. കൈ കൊണ്ട് എങ്ങനെയാണ് ഇത് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് മിക്സ് ആയിക്കോളും. ഒരു അരമണിക്കൂർ കഷ്ടി ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് മിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ചൂടാം. ഇങ്ങനെ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതൊക്കെ പൾപ്പ് ഫ്രീസറിൽ നമ്മൾ സൂക്ഷിച്ച് ഇങ്ങനെ വെക്കുവാണെങ്കിൽ നമുക്ക് ഇപ്പം കഴിക്കണമെന്നുണ്ടെങ്കിൽ പുറത്തെടുത്ത് ബാക്കി സംഗതികളെല്ലാം ചേർത്തുണ്ടാകും. നമ്മളങ്ങനെ സൂക്ഷിച്ച് വെച്ച് 5-6 മാസം ഇരുന്നിട്ടുണ്ട്. എല്ലാവരും പറയണത് നമ്മുടെ മമ്മിയൊക്കെ പറഞ്ഞ 1 കൊല്ലം ഇരിക്കുന്നു. ചൂടാനായിട്ടില്ലേ, നമ്മുടെ ഇവിടെ തന്നെ ഈ ഇടനേല ഉള്ളത് കൊണ്ട്, ഇടനേലെന്നാണ് നമ്മൾ പറയണ ലാംഗ്വേജ് ഇതിന്, ഇലയുള്ളത് കൊണ്ട് അത് പറിച്ച് അതിൽ ഇലയപ്പം ചുട്ടതുപോലെ തന്നെ സ്വല്പം എണ്ണ തൂവും ഇലയിൽ. എന്നിട്ട് ഇങ്ങനെ കുമ്പിള് കുത്തി ഈർക്കിളി കുത്തി വെച്ചേക്കണം. അത് ഇലയപ്പത്തിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇത് കുമ്പിള് കുത്തണ വിധ. അതിന്റെ ലിങ്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പ്ലീസ് ഗോ ത്രൂ ദാറ്റ് ലിങ്ക്. അപ്പൊ ഇതിങ്ങനെ ഞാൻ കുമ്പിള് കുത്തി വെച്ചതാട്ടോ. അപ്പൊ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഇടന നിൽപ്പില്ല. അത് കാരണം ഇതിനൊരു പ്രത്യേക മണം ഉണ്ടാവും ഇതില്. അതാണ് കുമ്പിള് കുത്തി വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ അരമണിക്കൂറില്ലേ ഇത് മിക്സ് ആവാനായിട്ട് വെച്ചായിരുന്നു, ഇളക്കി. പൊടിയും ചക്കയുടെ പൾപ്പും തേങ്ങയും ശർക്കര എല്ലാം കൂടെ. എന്നിട്ട് നമ്മൾ എങ്ങനെയാന്ന് വെച്ചാൽ ഇനി അടുപ്പത്ത് വെച്ച് വേവിക്കാനുള്ള പരിപാടി കേട്ടോ. അതിനു മുമ്പ് ഈ കുമ്പിളിലേക്ക് ഞാൻ കൈകൊണ്ടാണ് സാധാരണ ഇട്ട് വെക്കണത്. കുമ്പിളിലേക്ക് ഈ കൂട്ട് എടുത്ത് കുമ്പിളിൻ്റെ ഒരു 3/4 കുമ്പിള് വെക്കണം കേട്ടോ. അങ്ങനെ വെച്ച് നമ്മൾ അടുപ്പത്തേക്ക് വെക്കും, ഒരു തട്ടയിലേക്ക് വെക്കും അപ്പച്ചെമ്പിൽ പുഴുങ്ങാനായിട്ട്. ഇനി നമ്മൾ ഈ ചക്കയപ്പം ഇല്ലേ എല്ലാം കുമ്പിളിൽ എടുത്ത് വെച്ച് ഗ്യാസ് ഓൺ ചെയ്ത് ഫുൾ ഫ്ലെയിമിൽ വെച്ച് വേവിക്കാൻ വെക്കുക. ഒരു 10-15 മിനിറ്റ് വേണ്ടി വരും അപ്പച്ചെമ്പിൽ. നമ്മൾ അപ്പച്ചെമ്പിലാണ് വേവിക്കുന്നത്. ഒരു 10-15 മിനിറ്റ് വേവ് ആകുമ്പോൾ നമുക്ക് ഈ ഇലയെല്ലാം തവിട്ട് നിറാവും. പിന്നെ നമുക്കിത് അറിയാമല്ലാതെ കുത്തി നോക്കുകയൊന്നും വേണ്ട, കണ്ടു കഴിഞ്ഞാൽ അറിയാതെ വേവണ ഇത്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വെന്ത് കഴിഞ്ഞ് ഇതിൽ നിന്ന് മാറ്റി നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് ഇത് ഉപയോഗിക്കാവുള്ളൂ. എന്നാലായി ഈ കുമ്പിളിൽ നിന്ന് അത് നന്നായിട്ട് വിട്ടുപോരുള്ളൂ ക്ലീൻ ആയിട്ട്. അങ്ങനെയാണ് പതിവ്. ചൂടോടുകൂടി കഴിക്കുന്നവർക്ക് ചൂടോടുകൂടി കഴിക്കാം. അങ്ങനെ നമ്മുടെ കൊതിയൂറും ചക്കയപ്പം ഇവിടെ ഞൊടിയിടയിൽ റെഡിയായി കഴിഞ്ഞു. കണ്ടോ, വളരെ രുചികരമാണ്. ഞാൻ ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് നോക്കിയായിരുന്നു. വളരെ രുചികരമാണ്, പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും. നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്ന ശർക്കരയൊക്കെ ആണെങ്കിൽ നമ്മൾ ചീകിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ കുത്തുകുത്തായിട്ട് കാണുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഉരുക്കി അരിച്ചതിന് ശേഷം ലയിപ്പിച്ച് ചേർക്കാവുന്ന രീതിയിൽ ആ ലിക്വിഡ് ഫോമിലുള്ളത് ലയിപ്പിച്ച് ഇതിനകത്ത് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുത്തുകുത്തൊന്നും ഉണ്ടാവില്ല. അതിന് കുറച്ച് ടൈം എടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ ശർക്കര ചീകി, മറയൂർ ശർക്കര ആയതുകൊണ്ട് മറ്റ് അഴുക്കുകളൊന്നും ഇല്ലാത്ത ശർക്കരയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിതിനകത്ത് ചീകി ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര അങ്ങനെ ഉരുക്കിയതിന് ശേഷം അരിച്ചിട്ട് ഇതിൽ ലയിപ്പിച്ച് ചേർത്ത് ഉണ്ടാക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇഷ്ടമാകാതിരിക്കില്ല. ചക്ക ഉപയോഗിച്ചിട്ടുള്ള ഒരു പരമ്പരാഗതമായിട്ടുള്ള ഡിഷാണിത്. വളരെ ഞൊടിയിടയിലുമാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തത്. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ഇതുവരേക്കും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഇനിയും ഒരുപാട് നല്ല നല്ല രുചിയേറുന്ന ഡിഷസ് ഒത്തിരി വരുന്നുണ്ട് മൊമ്മാസ് കിച്ചണിൽ. ചക്ക എപ്പിസോഡ് നമ്മുടെ ഇവിടം കൊണ്ട് തീരുന്നില്ല. ഇനിയും അടുത്ത ഒരു ബ്യൂട്ടിഫുൾ ആൻഡ് വണ്ടർഫുൾ ഡിഷായിട്ട് നമ്മൾ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ ബൈ ബൈ.